ഇപ്പം നിങ്ങൾ കണ്ടതുപോലെയുള്ള അനിമേഷനോട് കൂടിയ സിനിമാറ്റിക് ബ്ലാക്ക് ബാർ എങ്ങനെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാം, വീഡിയോയുടെ ഓപ്പണിൽ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് VN വീഡിയോ എഡിറ്ററാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഈസിയിൽ ഫിലിമോറ എന്ന സോഫ്റ്റ്വെയർ വെച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഇതേ ചാനലിൽ തന്നെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ രണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. സിസ്റ്റം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഫിലിമോറയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇത്രയും ഒരു ടഫായിട്ടുള്ളൊരു പ്രോസസ്സല്ല. ഇതിനെ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് VN വീഡിയോ എഡിറ്ററാണ്. ഇതിലേക്ക് പ്ലസ് ബട്ടൺ അമർത്തിയതിന് ശേഷം ന്യൂ പ്രോജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിലേക്കൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അതിലേക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിന് ശേഷം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഒന്ന് പ്രോസസ്സ് ആവും. അതിന് ശേഷം ഇതിൻ്റെ VN വീഡിയോ എഡിറ്ററിൻ്റെ ഇൻട്രോയിലേക്ക് ഈ ഒരു വീഡിയോ വരും. അതിൻ്റെ അവസാനമായിട്ട് നിങ്ങൾക്കൊരു 3 seconds ആയിട്ടൊരു ലെയർ ഉണ്ടാവും. ആ ലെയർ നമുക്ക് അതിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ടൈറ്റിൽ കൊടുക്കാനുള്ള ലെയറാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്ലസ് ബട്ടൺ അമർത്താം. വീഡിയോ ഓർ ഫോട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഫോട്ടോയിൽ പോവുകയാണ്. ഒരു ബ്ലാക്ക് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാരണം, ഞാനിത് ഫുള്ളായിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ആ വീഡിയോയുടെ കറക്റ്റ് സെൻറ്റർ, ടോപ്പ് എന്ന് കറക്റ്റ് സെൻറ്റർ കണക്കാക്കിയിട്ട് ഞാൻ ഈ ഫോട്ടോ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഒരു ലെയറിനെ എനിക്ക് എത്ര വരെയാണോ ഇത് ആവശ്യം, അത് വീഡിയോയുടെ ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു 3 seconds ഇതിൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൽ ഞാൻ ഫസ്റ്റ് കൊണ്ടുപോയി ഒരു ആദ്യത്തെ 1 second ഇത് കൊണ്ടുവച്ചു. അതിനുശേഷം ഞാൻ കുറച്ചൊന്ന് മേലേക്ക് ആക്കുന്നു. കീ ഫ്രെയിം എന്നുള്ളത് പ്രസ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു ലെയറിലേക്ക് എൻ്റെ ഒരു 2 second കൊണ്ടുവച്ച് അതിനുശേഷം കുറച്ചും കൂടെ ഒന്ന് മേളിലോട്ടാക്കുന്നു. കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. ഞാൻ കുറച്ചും കൂടെ അപ്പുറത്ത് കൊണ്ടുവച്ചു. ഇത് കംപ്ലീറ്റ്ലി മേളിലാക്കുന്നുണ്ട് ഞാൻ. ആക്കിയതിന് ശേഷം അവിടെ ഒരു ഫ്രെയിം ആഡായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒരു എഫക്റ്റ് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ തന്നെ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും പ്ലസ് ബട്ടൺ അമർത്തുക. അതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഇതേ പറയുന്ന ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തു. അതിൻ്റെ അതേ ഒരു സൈസിൽ തന്നെയാണ് ഇതും വെച്ചിട്ടുള്ളത്. സൂം ചെയ്തതിന് ശേഷം മറ്റേ പിക്ചർ എവിടെയാണ് വയ്ക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഈ ഒരു പിക്ചറിനെ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ കൊണ്ടുവച്ച അതേ കീ ഫ്രെയിമിൻ്റെ അവിടെ കൊണ്ടുവച്ചു. കുറച്ചൊന്ന് അല്പം ഒന്ന് താഴോട്ടാക്കി കീ ഫ്രെയിം ആഡ് ചെയ്തു. അതിനുശേഷം രണ്ടാമത് കീ ഫ്രെയിം ചെയ്തെടുത്ത് കൊണ്ടുവച്ചു. ഒരേ ലൊക്കേഷൻ വയ്ക്കുന്നത് രണ്ടും ഒരേ കണക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം അതൊന്ന് താഴോട്ടൊന്ന് ആഡ് ചെയ്തു. അവിടെ ഒരു കീ ഫ്രെയിം ആഡായി നിങ്ങൾ കണ്ടിടും. ലാസ്റ്റ് സ്റ്റെപ്പ് കൊണ്ടുവച്ചു. ഫുള്ളായിട്ട് താഴെ ആക്കുന്നു. കീ ഫ്രെയിം ആഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു അനിമേഷനോട് കൂടി ഇത് പ്ലേ ആയി വരും. അപ്പോൾ ഈ ഒരു ഫീച്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ സേവ് എക്സ്പോർട്ട് എന്നുള്ളത് 2 ബട്ടണുണ്ട്. അതിൽ എക്സ്പോർട്ട് എന്നുള്ളത് പ്രസ് ചെയ്തതിന് ശേഷം മാർക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ഇതോടുകൂടി നമ്മുടെ വീഡിയോ നമ്മുടെ ഫയലിലേക്ക് എക്സ്പോർട്ടായി വരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അതിനോടൊപ്പം ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.